നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടം കഴിമ്പ്രത്ത് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് പകർത്തുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ KJ വിൻസെന്റിന്റെ സംസ്കാരം നടത്തി. വാർത്തകൾ വിശദമായി. എടമുട്ടം കഴിമ്പ്രത്ത് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കഴിമ്പ്രം ഗാഥ ഓഡിറ്റോറിയത്തിന് സമീപത്തെ പറമ്പിലെ പുല്ലിനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 തീപിടിച്ചത്. പറമ്പിലെ തെങ്ങും ഫലവൃക്ഷങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും ചന്ദ്രാപിന്നിയിലെ എക്സ് പ്രവർത്തകരും എത്തി തീയണച്ചു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് പകർത്തുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ KJ വിൻസെന്റിന്റെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച തൃശൂരിൽ നിന്ന് വിലാപയാത്രയായി ഉച്ചയോടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ എത്തിച്ചേർന്നു. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് തിരുവള്ളൂരിലുള്ള വീട്ടിൽ എത്തിച്ചതിനു ശേഷം വൈകിട്ടോടെ കോതപ്പറമ്പ് സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ജീവിതം ഫോട്ടോഗ്രാഫിക്കായി സമർപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു KJ വിൻസെന്റ്. ഫോട്ടോഗ്രാഫി മേഖലയിലെ സർവരും ആദരവോടെ നോക്കിക്കണ്ടിരുന്ന വിൻസെന്റിന്റെ ആകസ്മിക വിയോഗം നാടിനെ നൊമ്പരപ്പെടുത്തി. കാഴ്ചകളിലെ വൈവിധ്യം ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്നതിൽ മാത്രം ആനന്ദിക്കുകയും ഇതിനായി സ്വജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്ത മറ്റൊരാൾ ഇദ്ദേഹത്തെ പോലെ വേറെ ഉണ്ടാകില്ലെന്നാണ് സഹപ്രവർത്തകരെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ജീവിതം ഫോട്ടോഗ്രാഫിക്കായി സമർപ്പിച്ച വിൻസെന്റ് ജീവിക്കാൻ മറന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു പ്രതിഭയാണ്. അന്തർദേശീയ ദേശീയ തലങ്ങളിലേതുൾപ്പെടെ അസംഖ്യം അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള വിൻസെന്റ് കഴിഞ്ഞ ജനുവരി 30-നാണ് ഏറ്റവും ഒടുവിലായി ആദരിക്കപ്പെട്ടത്. തൃശൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച ഫ്ലവർ ഷോ 2013-മായി ബന്ധപ്പെട്ട് നടത്തിയ ഓൾ കേരള കാർഷിക ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1-ാം സ്ഥാനക്കാരനായതിന് മേയർ IP പോളാണ് ഇദ്ദേഹത്തെ ആദരിച്ചത്. ഫ്ലവർ ഷോയുടെ സമാപന ചടങ്ങിൽ 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും ഏറ്റുവാങ്ങിയപ്പോൾ അത് 260-ാമത്തെ പുരസ്കാരമായി വിൻസെന്റ് രേഖപ്പെടുത്തിയിരുന്നു. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം നടത്തിയ ദേശീയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1996-ൽ 1-ാം സ്ഥാനം, ഏഷ്യൻ ഫോട്ടോഗ്രാഫി മാഗസിന്റെ 1-ാം സ്ഥാനം, മിനോൾട്ടയും ബെറ്ററും സംഘടിപ്പിച്ച മത്സരത്തിലെ ആക്ഷൻ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ, നിപ്പോണും ബെറ്റർ ഫോട്ടോഗ്രാഫി മാഗസിനും സംഘടിപ്പിച്ച മത്സരത്തിൽ 1-ാം സ്ഥാനം, ബട്ടർഫ്ലൈ ആർട്ട് ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ പുരസ്കാരം എന്നിവയെല്ലാം ഇദ്ദേഹത്തെ തേടിയെത്തിയവയിൽ ചിലതാണ്. ഒട്ടനവധി ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ ജൂറി അംഗമായും ഇദ്ദേഹം അംഗീകരിക്കപ്പെട്ടിരുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ചന്ദ്രാപിന്നി SN വിദ്യാഭവന സ്കൂളിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കാബേജ്, കോളിഫ്ലവർ, വഴുതന, വെണ്ട, പടവലം എന്നീയിനം പച്ചക്കറികളാണ് വിളവെടുത്തത്. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യനും ജനറൽ സെക്രട്ടറി KG അശോകനും ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. പ്രിൻസിപ്പൽ EK സുഷമ, CEO PK നൂർദീൻ, ട്രസ്റ്റ് ട്രഷറർ രാജീവൻ തഷ്നാത്ത്, പ്രദീപ് എന്നിവരും വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം SNVUP സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. അതിനേക്കാളുപരി എൻ്റെ ഏറ്റവും പ്രിയങ്കരികളായ മിടുക്കന്മാരായ മിടുക്കികളായ കൊച്ചു വിദ്യാർത്ഥികളെ, PTA MPTA ഭാരവാഹികളെ, സംഘാടകരെ, മാധ്യമപ്രവർത്തകരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട
എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്മാനിക്ക നമ്മുടെ സ്കൂളിൻ്റെ SNUP സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ MLA വന്നത് ഉദ്ഘാടനം ചെയ്യണമെന്ന് അസംബ്ലി സമയത്ത് എന്നെ ടെലിഫോൺ ചെയ്തപ്പോൾ 2-3 പരിപാടി എന്നെ ഈ സ്കൂളിൻ്റെ ഭാരവാഹികളെ ഏൽപ്പിച്ചപ്പോൾ ആ പരിപാടിയിൽ അത്യാവശ്യം 1-2 പരിപാടികളുള്ളതുകൊണ്ടാണ് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റാറുള്ളത്. തീർച്ചയായിട്ടും ഇതിനെ സമയം കണ്ടെത്തി സഭ കഴിഞ്ഞ ഉടൻ ഏതെങ്കിലും ഒരു ദിവസം തീരുമാനിച്ചോളൂ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടി ഞാൻ വെക്കുമെന്ന് ഉസ്മാൻ കാക്ക് വാക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിവസമെങ്കിലും ഈ വാർഷികാഘോഷ പരിപാടിയിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ഈ സ്കൂളിൽ പഠിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ, ജനപ്രതിനിധികളായ PM അബ്ദുൾ ജബ്ബാർ, മിനി മുരളീധരൻ, സിന്ധു സന്തോഷ്, വിനോദൻ നെല്ലിപ്പറമ്പിൽ, EA സുഗതകുമാർ, ER അജിത, TR സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ EK ഉഷാബായ്, മുഹമ്മദ് ബഷീർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയിലെ ഒരു വാർഡിൽ ഒരു വിള എന്ന പദ്ധതിയുടെ 5ാം വാർഡ് തല ഉദ്ഘാടനം ആലക്കൽ ശിവപ്രസാദിന്റെ വീട്ടുപറമ്പിൽ തണ്ണീർമത്തൻ നട്ടുകൊണ്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 100 ദിന കർമ്മ പരിപാടി പകുതിയിലേക്ക് കടന്നിരിക്കുകയാണ്. 50 ദിവസം വളരെ വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികളുമായി പ്രാദേശിക ഭരണകൂടങ്ങൾക്കാകെ മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വാർഡിൽ ഒരു വിള പദ്ധതി ഭക്ഷ്യ സുരക്ഷ മാത്രമല്ല ഭക്ഷ്യ സുഭിക്ഷ കൂടി ആയിക്കൊണ്ട് നമ്മളിന്ന് 3ാം ദിവസത്തിലേക്ക് 3ാമത്തെ വാർഡിൽ ആരംഭിക്കുകയാണ്. ഇവിടെ ഈ കർഷകൻ്റെ കൃഷിഭൂമിയിൽ 5ാം വാർഡിൽ തണ്ണീർമത്തൻ നട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. 14 വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അംഗങ്ങളായ MV വിമൽകുമാർ, VR വിജയൻ, ലിജി നിതിൻ, ശ്രീദേവി മാധവൻ, PM സിദ്ദിഖ്, VD സന്ദീപ്, PSP നസീർ, CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി മുതൽ എറിയാട് വരെയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ കുടിവെള്ള വിതരണം മുടങ്ങുന്നത് അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പെരിഞ്ഞാത്ത് നടന്ന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് KM ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീർ G കൊല്ലാറ, KK മോഹൻ റാം, ജില്ലാ ജനറൽ സെക്രട്ടറി സൈമൺ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ, KR രാജേഷ് എന്നിവർ സംസാരിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായി ശശി കാരയിലിനെയും ട്രഷററായി അശോകനെയും തെരഞ്ഞെടുത്തു. ഇനിയൊരു ഇടവേള.